ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ പറയുന്നത് ഒരു മിനി വ്ളോഗ്. എല്ലാ വീഡിയോയിലും പറയുമ്പോൾ വീണ്ടും വ്ളോഗാണ്. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വ്ളോഗ് ഷൂട്ട് ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറച്ച് ദിവസമല്ല 2 ദിവസം അല്ല 1 ദിവസം കഴിയുമ്പോൾ, ഇത് ഞാൻ ഒരു സാറ്റർഡേയാണ് ഷൂട്ട് ചെയ്യുന്നത്. സൺഡേ നമ്മൾ ഗുരുവായൂർ പോകും. സോ ഇപ്പം സൺഡേ ഗുരുവായൂർ പോകും. അപ്പോൾ അതിന് മുന്നേ ഷൂട്ട് ചെയ്തൊരു വ്ളോഗാണ്. ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങും കുറച്ച് പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യ, ഞാൻ മോളിയമ്മ എന്ന് വിളിക്കും, അപ്പം കോട്ടയത്താണ്. അപ്പോൾ കോട്ടയത്ത് നിന്ന് ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. ട്രിവാൻഡ്രം വന്നിട്ട് ട്രിവാൻഡ്രത്തുനിന്ന് ഞങ്ങളെല്ലാവരും കൂടി ഗുരുവായൂർ പോകും. ഓക്കെ, അപ്പോൾ അതാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് പിക്ക് ചെയ്യാനൊക്കെ പോകണം. സോ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് മുഖമൊക്കെ ഒരുമാതിരി എനിക്ക് ഒരുങ്ങണമെന്നില്ല, പക്ഷേ സ്കിൻ കെയർ മസ്റ്റാണല്ലോ. ആരും എൻ്റെ അടുത്ത് സ്കിൻ കെയറിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഡീറ്റെയിൽഡ് സ്കിൻ കെയർ. ഞാനത് ചെയ്യാം. ഞാൻ അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് സ്കിൻ കെയർ ചെയ്യില്ല. ഫേസ് വാഷ് ചെയ്യും, ബേസിക്കാണ്. ഫേസ് വാഷ്, ടോണർ ആൻഡ് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ടോണർ മിക്കപ്പോഴും അപ്ലൈ ചെയ്യാൻ മറക്കും എന്നതാണ് സത്യം. അപ്പോൾ ടോണർ വെച്ച് ബാക്കി എല്ലാം ഞാൻ ഡെയിലി യൂസ് ചെയ്യും. പിന്നെ കയ്യിലും ഒക്കെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. അപ്പം ഞാൻ ഇങ്ങനെ സ്പ്രേ ചെയ്യണമെന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്താ സ്പ്രേ കയ്യിൽ ചെയ്യണമെന്നുള്ളത്. ഇത് സംഭവം സ്പ്രേ സൺസ്ക്രീനാണ്. ഇത് റെനേഡയാണ്. നമുക്ക് ഈസിയാണ് ട്രാവൽ ചെയ്യുമ്പോഴായാലും റീഅപ്ലൈ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ പിന്നെ ഞാൻ ഇങ്ങനെ കണ്ണും എഴുതുന്നില്ല, ഒന്നും എഴുതുന്നില്ല. ലിപ്സ്റ്റിക്ക് മസ്റ്റാണ്. സ്കിൻ കെയർ അല്ല, ലിപ്സ്റ്റിക്കും പൊട്ടും വെച്ചിട്ട് ഒരു ഇടുമ്പോൾ തന്നെ നമുക്കൊരു ജീവൻ തരും മൊത്ത്. യെസ്, അപ്പം ഇത് സ്റ്റുഡിയോയുടെ ലിപ്സ്റ്റിക്കാണ്. ബിക്കോസ് ബാക്കി ഞാൻ പാക്കിംഗ് വീഡിയോ സെപ്പറേറ്റ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതായിരിക്കും ഫസ്റ്റ് വരുന്നത്. ബിക്കോസ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടായിരിക്കും ഞാനത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഇതുവരെ എഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു ലിപ്സ്റ്റിക്ക് സ്റ്റുഡിയോയുടേതാണ്. ബാക്കി കുറേ ലിപ്സ്റ്റിക്ക് ഞാൻ എടുത്ത് എനിക്കിഷ്ടമുള്ളതും ഞാൻ മിക്കവാറും യൂസ് ചെയ്യണതൊക്കെ ആയിട്ടുള്ള പുതിയ ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ എൻ്റെ ഉള്ള ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ എടുത്തിട്ടു. കുറേ അങ്ങനെയില്ല, ഓൺലൈനിലൊരു നല്ലത് എടുത്തിട്ടിട്ടു. അപ്പം സ്റ്റുഡിയോ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ചുണ്ട് കറക്കുമെന്ന് കുറച്ച് പേര് പറഞ്ഞാൽ ഞാൻ കേട്ടു. പക്ഷേ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, ട്രൈ ചെയ്യാം. മേ ബി ചിലർക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ എനിക്കിതിൽ ആദ്യം ഇട്ടപ്പം കൊള്ളാമെന്ന് തോന്നി. പിന്നെ പക്ഷേ എനിക്കെന്തൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. ലിപ്സ്റ്റിക്ക് ഒരുമാതിരി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഐബ്രോ ത്രെഡ് ചെയ്തില്ല, പകരം റേസർ യൂസ് ചെയ്തിട്ട് ഞാൻ എടുത്തില്ല, അമ്മ എടുത്തൊന്നു. നന്നായിട്ട് ത്രെഡ് ചെയ്ത പോലെ തന്നെ ഉണ്ടാവും കാണുമ്പോൾ. അപ്പം എനിക്ക് ഒന്നാമത്തെ കാര്യം, ത്രെഡ് ചെയ്യുമ്പോൾ നല്ല പെയിൻഫുള്ളാണ്. പിന്നെ ത്രെഡ് ചെയ്യുമ്പോൾ അവർ ചിലപ്പം നൈസാക്കി കളഞ്ഞാലോ, കട്ടി കുറച്ചാലോ, പിന്നെ ത്രെഡ് ചെയ്യണ അത്ര നല്ലതും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റേസർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം ഞാനങ്ങനെ ഐബ്രോ ഫില്ല് ചെയ്യണ ആളല്ല, പക്ഷേ ഇങ്ങനെ ത്രെഡ് ചെയ്തിരിക്കുമ്പോൾ ഫില്ല് ചെയ്യാൻ തോന്നും. അപ്പം അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തതാണ്. ആൻഡ് ഒരിക്കൽ ഫില്ല് ചെയ്ത് കഴിയുന്നില്ലല്ലോ, അടുത്ത പാട്ടിലോട്ട് പോകുമോ. ഓക്കെ, അപ്പം ഇത് വീണ്ടും ലിപ്സ്റ്റിക്ക് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ വരാനിട്ട് ഞാൻ പോയിട്ട് എൻ്റെ പൗച്ച് തുറന്നിട്ട് അതിനകത്ത് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ അത് വേറെ എന്തോ പോലത്തെ ഷെയ്ഡായി. അപ്പോൾ ഞാനൊരു റെഡ് മെറൂൺ പോലത്തെ ഒരു ഷെയ്ഡ് എടുത്തിട്ട് അപ്ലൈ ചെയ്തു. കോർണേഴ്സിൽ മാത്രം അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, നൈസായിട്ട് കുഴപ്പമില്ല എന്ന് തോന്നി. നമ്മളിപ്പോൾ ഞാൻ എന്നിട്ട് പൗഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മീൻസ് ഫേസ് സ്കിൻ കെയർ ചെയ്താലും അല്ലെങ്കിൽ ഫുൾ ഒരുമാതിരി ഓയിലി ആയി ഒലിച്ചൊക്കെ പോകും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കാപ്പി കുടിച്ചു. നമ്മളെന്ന് പറയണത് കാപ്പി കുടിച്ചു ഞാൻ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഔട്ട്ഫിറ്റ്സൊക്കെ വെച്ചിട്ട് എസ്റ്റിക്കായിട്ട് പിക്ചേഴ്സ് എടുക്കത്തില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആ ഓറഞ്ച് ഔട്ട്ഫിറ്റിൻ്റെ പിക്ചേഴ്സൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് പോയിട്ട് ഫസ്റ്റ് ഞങ്ങൾ പാളയം മാർക്കറ്റിൽ പോയി. കാരണം അമ്മ ഇങ്ങനെ പറഞ്ഞു, അമ്മയുടെ കോളേജ് ടൈമിലൊക്കെ അമ്മ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇവിടെ ഇങ്ങനെ കമ്മലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര നൊസ്റ്റാൾജിയ എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഷോപ്പിൽ കയറി മെയിൻ എന്താ വെച്ചാൽ ഞങ്ങളവിടെ കഫ്താൻ കണ്ടു. എനിക്കും അമ്മയ്ക്കും കഫ്താൻ ഇഷ്ടമാണ്. ബിക്കോസ് വെച്ചാൽ നമുക്കത് കഫ്താൻ നൈറ്റ് ഡ്രസ്സ് പോലെ നമ്മളിങ്ങനെ നൈറ്റി ഉണ്ടല്ലോ, ഇത് നൈറ്റി നമുക്ക് പറയാം, കഫ്താൻ നൈറ്റി, അതാ സംഭവം. അപ്പോൾ അതിടെന്ന് വെച്ചാൽ അത് ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്ക് വീട്ടിലായാലും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നെ ഗുരുവായൂർ പോകുമ്പോൾ അവിടെ റൂമിലിടാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും സെയിം മോഡൽ വാങ്ങിച്ചു, പക്ഷേ ഡിഫറെൻറ്റ് കളർ. ഞാനെടുത്ത കളറാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ടവലും പിന്നെ തോർത്തും ടവലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ ചുമ്മാ പോയി. അപ്പോൾ അമ്മ പറഞ്ഞു പണ്ടത്തെ അത്ര കടകളൊന്നും ഇല്ല എന്നൊക്കെ പറയുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു കമ്മലിൻ്റെ കടയിൽ പോയി. കമ്മലിൻ്റെ കടയിൽ എത്തിയില്ല, ഇത് വേറെ കമ്മലിൻ്റെ കട, വലിയ കുറേ കമ്മലുണ്ടായിരുന്ന ഒരു കടയുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി. അവിടെ എനിക്ക് ഇഷ്ടം പോലെ കമ്മൽ, ഞാൻ ഞെട്ടിപ്പോയി. നമ്മൾ ചോദിക്കണ എല്ലാ ടൈപ്പ് കമ്മലും ഉണ്ടാകും ഒരുവിധം. ഭയങ്കര കളക്ഷനാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ എല്ലാം ഭയങ്കര അഫോർഡബിളുമാണ്. എനിക്കിഷ്ടം പോലെ, എനിക്കാണെങ്കിൽ ജുംക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടം പോലെ ജുംക്ക ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഫുൾ അവിടെ നിന്ന് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്ത്, അവരൊന്നും പറഞ്ഞതുമില്ല. ഞാൻ ഫുൾ വീഡിയോയും ഫോട്ടോസും എടുത്തുകൊണ്ട് നടന്നുകൊണ്ടിരുന്നു.
അതേപോലെ ഇപ്പോൾ കാണിക്കുന്ന ഈ പേർപ്പിൾ അതിൻ്റെ ഇതിൻ്റെ സെയിം ബ്ലാക്ക് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ബ്ലാക്ക് അല്ലെ പേർപ്പിൾ ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും പേർപ്പിൾ തന്നെയാണ് ഇഷ്ടം, പക്ഷേ ബ്ലാക്ക് ഇഷ്ടപ്പെട്ടു. അമ്മ ഫസ്റ്റ് പറഞ്ഞു രണ്ടും എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ രണ്ടും എടുത്താൽ നമുക്ക് ഒരേ മോഡൽ 2 ഷെയ്ഡായി പോവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേർപ്പിൾ എടുത്തു. ഇനി പേർപ്പിൾ പിങ്ക് വിട്ട് നമുക്കൊരു കളിയില്ലല്ലോ. അപ്പോൾ അതെടുത്തു. പിന്നെ ഇങ്ങനെ കുഞ്ഞ് ജിംക്കാസ് ഉണ്ടാവുമല്ലോ, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ. ഇതൊക്കെ നമുക്ക് ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റും. നല്ല വെയിറ്റ് ഉണ്ട് ആ കമ്മലിൽ. എനിക്ക് പിന്നെ വലിയ കമ്മൽ, എൻ്റെ മുഖം കുറച്ച് വലുതായതുകൊണ്ടും വലിയ കമ്മലിട്ട് എനിക്ക് സ്യൂട്ടാവും. അപ്പം ഞാനിങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. കമ്മൽ മാത്രമേ ഞങ്ങൾ നോക്കിയുള്ളൂ, വേറെ ഒന്നും നോക്കിയില്ല. കുറേ എത്നിക് ഐറ്റംസിനും ഭയങ്കര കുറേ കമ്മലുണ്ടായിരുന്നു. നമ്മൾ ഈ രാജസ്ഥാൻ, ജയ്പൂർ അവിടെയൊക്കെ കാണുന്ന പോലത്തെ കുറേ പീസസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഞാനിങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എൻ്റെ കണ്ണ് ഫുള്ള് പോണ വലിയ കമ്മലിലോട്ടാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു കമ്മൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ യെല്ലോ, ബ്ലൂ ആണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ അമ്മ പറഞ്ഞു യെല്ലോ കൊള്ളാമെന്ന്. അങ്ങനെ ഞാൻ യെല്ലോ എടുത്തു. ഞങ്ങൾ മെയിനായിട്ട് സ്റ്റുഡിയോയിൽ പോകാനാണ് പോയത്. പക്ഷേ സ്റ്റുഡിയോയിൽ പോകുന്നതിന് മുന്നേ സ്റ്റുഡിയോ 11 മണിക്കല്ലേ ഓപ്പൺ ആവും. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് അവിടെ പാളയം മാർക്കറ്റിൽ പോയിട്ടാണ് സ്റ്റുഡിയോ പോയത്. സ്റ്റുഡിയോ പോയെന്ന് വെച്ചാൽ കഴിഞ്ഞ എൻ്റെ വ്ലോഗ് കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മളവിടെ ഇങ്ങനെ സെക്കൻഡ് സ്റ്റഡ്സ് ഇങ്ങനെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ടാവില്ല, ഒരു 5 പെയറൊക്കെ ആയിട്ട് കമ്മൽ. അത് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചപ്പോൾ ഞാൻ ഓർത്തു 2 ചെവിയിലുണ്ടാവുന്നു. പക്ഷേ 2 ചെവിയിലല്ലോ, ഒറ്റ ചെവിയിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ മറ്റേ ചെവിയിലും കൂടെ വാങ്ങാൻ വെച്ചത് ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ ഞാൻ ഈ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷേ ഞാൻ ലിപ്സ്റ്റിക്കൊന്നും ഞാൻ വലുതായിട്ട് എടുത്തില്ല. പക്ഷേ അപ്പോൾ ഒരു പിങ്ക് ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ടോപ്പ് ട്രയൽ ചെയ്ത് നോക്കണം. അപ്പോൾ അമ്മ പറഞ്ഞു നീ ഇട്ട് നോക്ക്, കാരണം മേ ബി എനിക്ക് ലൂസായിട്ട്, എൻ്റെ സൈസ് സ്മോളാണ്, അപ്പോൾ ലാർജാണ് അവിടെ ഉണ്ടായിരുന്നത്. ഐ തിങ്ക് മീഡിയം ലാർജോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കര ബോഡി ഫിറ്റ് ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് എടുത്തു. 699 സംതിങ് ആണ്. ഇപ്പോൾ സ്റ്റുഡിയോയിൽ നല്ല ഫുഡ് വെയർസ് ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷേ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ ഫുഡ് വെയർ വാങ്ങിച്ചത് ഉള്ളൂ, അതുകൊണ്ട് ഞാൻ വേറെ നോക്കിയില്ല. പക്ഷേ ഫുൾ പോയി നോക്കി. എന്നിട്ട് ഞാൻ വെച്ചാൽ കാറിലിരുന്ന് ഹോൾ വീഡിയോ ചെയ്യാം. വെറൈറ്റി അല്ലേ, കാറിലിരുന്ന് എപ്പോഴും ഞാൻ വീട്ടിലിരുന്നല്ലേ ഹോൾ വീഡിയോ ചെയ്യണം. അപ്പോൾ ഞാൻ കാറിലിരുന്ന് ഹോൾ വീഡിയോ ചെയ്യാൻ ഓർത്തു. സോ ഞാൻ ബാക്കിലിരുന്ന് എൻ്റെ അനിയൻ ഗെയിം കളിക്കുന്നുണ്ട്, മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ, ഫസ്റ്റ് തന്നെ ആ ഒരു ക്യൂട്ട് ബബിൾ ബോ, ദെൻ ലിപ് ബാമാണ് വാങ്ങിച്ചത്. ഇത് സ്റ്റുഡിയോയുടെ എനിക്ക് തോന്നുന്നു ബബിൾ ഗം ഫ്ലേവറിലുള്ളൊരു ലിപ് ബാം. ഇത് ഞാനല്ല, അമ്മയാണ് വാങ്ങിച്ചത്. ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ഞാൻ ഇന്ന് എപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്താലും നല്ലത് തന്നെ അവസ്ഥ. പിന്നെ മസ്കാര, ദെൻ ഈ ഒരു പിങ്ക് ടോപ്പ്. ഇത് ഭയങ്കര സോഫ്റ്റാണ് ആൻഡ് ഇടാനും സുഖമുണ്ടാവും, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പാട്ടും ഇട്ടിട്ടുണ്ട്, അവരുടെ അടുത്ത് സംസാരിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കണം. ഇത് പക്ഷേ രണ്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. 2 ചെവിയിലും 2 മോഡലാണ്, പക്ഷേ ഒരേ പാറ്റേൺ പോലെ വരും. മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇടുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ഇത് ഭയങ്കര ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ ഇടാമല്ലോ എന്ന് ഓർത്തിട്ട് വാങ്ങിച്ചതാണ്. പിങ്ക് ഓഫ്കോഴ്സ് ഇപ്പോൾ ഇട്ടിരിക്കണത് പിങ്ക്, പോയി എടുത്തതും വന്നത് നിന്നത് എല്ലാം പിങ്ക് എന്നുള്ള അവസ്ഥയാണ്, ഫുൾ പിങ്കാണ്. പിന്നെ ഞാൻ വാങ്ങിച്ച കമ്മൽ കാണിച്ചു തരാം. ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നുണ്ട്, കാരണം ട്രൈപോഡ് നമുക്ക് ഞാനിങ്ങനെ എൻ്റെ ട്രൈപോഡ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരിടത്ത് നമുക്കിങ്ങനെ ഫിക്സാക്കി വയ്ക്കാൻ പറ്റില്ലല്ലോ, അതിങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ ഷെയ്ക്കാണുള്ളത്. യെസ്, അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ പേർപ്പിൾ കമ്മൽ. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് ഇട്ട് നോക്കി, പക്ഷേ ഇട്ട് നോക്കി വീഡിയോ ഒന്നും ഞാൻ ഇതിലിട്ടിട്ടില്ല. നെക്സ്റ്റ് ഞാൻ ആ ഔട്ട്ഫിറ്റ് എപ്പോഴും സ്റ്റൈൽ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഡെഫിനറ്റ്ലി ആ കമ്മൽ ഇട്ടിട്ട് കാണിച്ചിട്ട്. അതിന് 250 ആണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മളെല്ലാം കൂടെ വാങ്ങിച്ചപ്പോൾ നമുക്ക് ഏകദേശം 700 സംതിങ് എന്തോ ആയുള്ളൂ. ഭയങ്കര എക്സ്പെൻസീവായിട്ട് തോന്നിയില്ല, മേ ബി, ഐ ഡോണ്ട് നോ. അത് കഴിഞ്ഞിട്ട് കണ്ടോ പാട്ടിങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഇങ്ങനത്തെ കുഞ്ഞി ക്ലിപ്പ്, ഇത് ഞാൻ വാങ്ങിച്ചതല്ല, മമ്മി വാങ്ങിച്ചതാണ്. യെസ്, നെക്സ്റ്റ് ഐറ്റം അൺബോക്സ് ചെയ്യുന്നില്ല. ഓക്കെ, ഈ ഒരു കമ്മൽ ഇതും അമ്മ വാങ്ങിച്ചതാണ്. പക്ഷേ പിന്നെ ഇവിടെ മെയിനായിട്ട് നടക്കണമെന്ന് വെച്ചാൽ ഞാൻ വാങ്ങണ കമ്മൽ അമ്മ ഇട്ടുകൊണ്ട് നടക്കും, അമ്മ വാങ്ങണ കമ്മൽ ഞാൻ ഇട്ടുകൊണ്ട് നടക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ എനിക്ക് പിങ്ക് ഇങ്ങനത്തെ ഞാൻ എപ്പോഴും ഇടുന്ന ഒരു കുഞ്ഞ് ജുമുക്ക ഉണ്ടായിരുന്നു, അത് ചീത്തായി ഞാൻ ഇട്ടിട്ട്. അപ്പോൾ വേറൊരു പിങ്ക് കണ്ടപ്പോൾ അത് വാങ്ങിച്ചു. യെസ്, ഞാനിപ്പോൾ അമ്മയുടെ അടുത്ത് പറയുകയാണ്, ഞാൻ ഇട്ടിരിക്കുന്ന കമ്മലല്ലേ അമ്മ ഇട്ടേക്കണം, അമ്മ ഇട്ടേക്കണ കമ്മലല്ലേ അമ്മ വാങ്ങിച്ച കമ്മലല്ലേ ഞാൻ ഇട്ടേക്കണേ എന്നൊക്കെ. പിന്നെ ഈ ഒരു യെല്ലോ, ഇതാണ് ഞാൻ പറഞ്ഞ യെല്ലോ. ഇതിനും 160 സംതിങ് എന്തോ ആണ് ഇതിൻ്റെയും പ്രൈസും. സോ അപ്പം അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഹോൾ വീഡിയോ അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ മീൽസ് കഴിക്കാൻ പോയി. ഞങ്ങൾ മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മീൽസ് കഴിക്കാൻ പോയി. അതിന് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ വേഗം അടുത്തുള്ളൊരു ഷോപ്പിൽ പോയിട്ട് എൻ്റെ മീൽസ് കഴിച്ചു. ഭയങ്കര അടിപൊളിയെന്ന് പറയില്ല, പക്ഷെ കുഴപ്പമില്ല. ഇവിടെ ട്രിവാൻഡ്രത്തുള്ള ന്യൂ തിയേറ്ററിലാണ് പോയിട്ടുണ്ടായിരുന്നത്. സോ ഫസ്റ്റ് തന്നെ പോയപ്പോൾ ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് സീറ്റിൽ കൊണ്ടുതരും. ഓൾസോ ഇങ്ങനത്തെ എന്തൊരു സാധനം 7-Up ഞാൻ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോയി സീറ്റിൽ ഇരുന്നു. ഞങ്ങൾ കാണാൻ പോയത് ലക്കി ഭാസ്കർ ആയിരുന്നു, DQൻ്റെ.
അടിപൊളി സിനിമയാണ്. അത് കണ്ടപ്പോൾ കുറച്ച് ലൈഫിൽ കുറച്ച് സംഭവങ്ങളൊക്കെ പഠിച്ചു, മോട്ടിവേഷനൊക്കെ കിട്ടിയ പോലെ. ചെറുതായിട്ട് മോട്ടിവേഷനൊക്കെ കിട്ടിയ പോലെ. അത് കഴിഞ്ഞ് മൂവി ഒരു ഇൻ്റർവെല്ലിന് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ പോപ്കോൺ അല്ല ഫ്രഞ്ച് ഫ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതും പിന്നെ ഈ ഒരു 7up കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഫുൾ മൂവി കണ്ട്. പിന്നെ ഞങ്ങൾ പോയിട്ട് പോപ്കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഞാൻ ഫോട്ടോ മാത്രമേ എടുത്തുള്ളൂ, വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ വീടിൻ്റെ അടുത്ത് ഒരു ബീച്ച് ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് ഞങ്ങൾ ചെന്നപ്പം ലേറ്റായി, 6 മണിക്കാണ് പോയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ബീച്ചിലൊക്കെ കളിച്ച് അടിച്ച് പൊളിച്ച് എൻ്റെ കാല് ഫുൾ മണലായി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ട് ബറോട്ടയും ചിക്കൻ ഫ്രൈയും ചില്ലി ചിക്കനും കഴിച്ചു. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.